ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കുന്ന ഒരു ലിക്വിഡ് സ്ലറി ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്യുമ്പോൾ ഈ കളർ കിട്ടാറുണ്ട്. പക്ഷേ അതല്ല. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ പേര് സീവീഡ് ഫെർട്ടിലൈസർ. അപ്പോൾ ഇതിൻ്റെ സെയിം ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാനൊരു ഫെർട്ടിലൈസർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വീര്യമുള്ള ഫെർട്ടിലൈസറാണെന്ന് തോന്നുന്നു, അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈനിൽ വാങ്ങിച്ച ബൊഗൈൻവില്ല ചെടിയാണ് കേട്ടോ. ഇത് 2ാം തവണയാണ് പൂക്കുന്നത്. അടർന്ന നല്ല കുഞ്ഞു ചെടിയാണെങ്കിലും അതിൽ നല്ല പൂക്കളൊക്കെ ആയിട്ടുണ്ട്, നല്ല കളർ വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ മെച്ചുവേർഡ് ആകുമ്പോൾ നല്ല കളർ കയറി വരുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഷെയ്ഡിലിരുന്ന എൻ്റെ അഡീനിയം ചെടിയാണ്. അത് കാറ്റത്ത് താഴെ വീണ് അതിൻ്റെ ഇതെല്ലാം സ്കിന്നെല്ലാം ഇതായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ മറിഞ്ഞ് വീഴുമ്പോൾ അവരുടെ സ്കിന്ന് പോകുന്ന പോലെ അതിൻ്റെ ഇത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷമമാണ് അത് കാണുമ്പോൾ. ഇനി മഴയൊക്കെ പെയ്ത് അത് എന്തെങ്കിലും ഡാമേജ് ആകുമെന്നൊരിതുണ്ട്. കുറച്ച് സാഫ് പുരട്ടണം. എന്തായാലും ബാക്കിയൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അത് ഇതായതേ ഉള്ളൂ. സ്റ്റെമ്മൊന്നും ഒടിഞ്ഞിട്ടില്ല, കോഡക്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാറ്റത്ത് മറിഞ്ഞു വീണതാണ്. മൊത്തം ചെടിയിൽ നിന്ന് ഇളകി താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫെർട്ടിലൈസറെല്ലാം ഈ ചെടികൾക്കൊന്ന് കുറച്ച് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികളുടെ വളർച്ചയ്ക്കും അതിൻ്റെ റൂട്ട് സിസ്റ്റം നല്ലപോലെ ഡെവലപ്പ് ആകാനും ലീഫും ഫ്രൂട്ട്സും ഫ്ലവറും ഒക്കെ ഉണ്ടാകാൻ നല്ലതാണെന്ന് വീഡിയോയിൽ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം കുറച്ചെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. എല്ലാ ചെടികൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല കളറൊക്കെ കണ്ടിട്ട് നല്ല ഇതാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് അതിലിട്ടേക്കുന്നത് നല്ല റേറ്റ് ഇട്ടിട്ട് കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നറിയില്ല. ആദ്യമൊക്കെ 750 എങ്ങാണ്ട് റേറ്റാണ് അതിലിട്ടിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ലോ റേറ്റിനാണ് തന്നേക്കുന്നത്. അപ്പം ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ പല കമ്പനികളുടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. 500 ml ബോട്ടിലാണ് വാങ്ങിയത്. ഞാനിതൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ 2.5 ml ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1 ലിറ്ററിൽ 5 ml എന്നാണ് അവർ ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം വീര്യം ഉള്ളതായിരിക്കും തോന്നുന്നു. നാച്ചുറൽ ഫെർട്ടിലൈസർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലെന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. 1 ലിറ്ററിൽ 5 ml എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കലും കൂടെ ചേർത്തിട്ടുണ്ടാവുമോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നല്ല തിക്കായിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. നല്ല കളറുണ്ട്. വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുമ്പം തന്നെ നല്ല കളറുണ്ട്. ഇത്രയും 2.5 ml തന്നെ എടുത്തിട്ട് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്നും വായിച്ച് നോക്കിയില്ല, നോക്കാൻ പറ്റിയില്ല. നോക്കണം അത്. ഇനിയിപ്പം മഴയുടെ സീസണല്ലേ, അപ്പം നമുക്ക് ഈ ലിക്വിഡ് ഫെർട്ടിലൈസറൊന്നും ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതിലും നല്ലത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത് തന്നെ. ഇപ്പം മഴക്കാലത്തൊക്കെ ജസ്റ്റ് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയ സീവീഡിൻ്റെ ഒരു ഫെർട്ടിലൈസർ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. സീവീഡല്ല, നമ്മുടെ താമരപ്പൊട്ടിൽ നിന്ന് എടുത്ത ഒരു പായൽ വെച്ച്. പക്ഷേ അതെനിക്ക് തോന്നുന്നു നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു. ഞാൻ ഗോമൂത്രമൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയത്. ജീവാമൃതം പോലെ തന്നെ സെയിമാണ്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാം.